പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധം മുറുകുന്നതിനിടയിൽ ലോകത്തെ ഏറ്റവും അപകടകരമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ LPG ടാങ്കർ സുരക്ഷിതമായി കടന്നുപോയി എന്നത് ഇന്ത്യയുടെ നയതന്ത്ര ഊർജ്ജ കരുത്തിന്റെ അടയാളമാണ്. ശനിയാഴ്ചയാണ് സർവശക്തി എന്ന സൂപ്പർ ടാങ്കർ ഈ നിർണായക പാത പിന്നിട്ടത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന നിർണായക ദൗത്യമാണ് ഈ കപ്പൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഏകദേശം 45,000 ടൺ LPG വഹിച്ചുകൊണ്ടാണ് ഈ ക്യൂട്ടൻ സൂപ്പർ ടാങ്ക് സഞ്ചരിക്കുന്നത്. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വീടുകളിലേക്കും വ്യവസായങ്ങളിലേക്കും ആവശ്യമായ പാചകവാതകം എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ദൗത്യം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് ഈ കപ്പൽ വഹിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ ഇന്ധനക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഇത്തരം വലിയ ടാങ്കറുകളുടെ സുരക്ഷിതമായ വരവ് അനിവാര്യമാണ്. മാർച്ച് 3-ന് UAE-യിൽ നിന്ന് പുറപ്പെട്ട കപ്പലായിരുന്നു ഇത്. എന്നാൽ മേഖലയിലെ സംഘർഷാവസ്ഥ കാരണം ആഴ്ചകളോളം പേർഷ്യൻ ഉൾക്കടലിൽ അത് കുടുങ്ങിക്കിടന്നു. ഒടുവിൽ അതീവ അപകടകരമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് സർവശക്തി അതിന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി. ലോകമെമ്പാടുമുള്ള കപ്പലുകൾ സൈനിക ഭീഷണിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കുമ്പോൾ സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾക്കായി പാതയിലൂടെ തന്നെ ദൗത്യം തുടരാൻ ഇന്ത്യ തീരുമാനിച്ചു. അത് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെയും ഊർജ്ജ സുരക്ഷയിലുള്ള നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമായാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലത്തെ സംഘർഷാവസ്ഥയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര അതീവ അപകടകരമാണെന്ന് വിലയിരുത്തപ്പെടുമ്പോഴാണ് ഇന്ത്യയുടെ ഈ നിർണായക നീക്കം. US-ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ കർശനമായ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഉപരോധം നിലവിൽ വന്നതിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പലാണ് സർവശക്തി. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്നാണ് അമേരിക്ക ഈ പാതയിൽ കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും എണ്ണ വിതരണത്തെയും വലിയ തോതിൽ ബാധിച്ചിരുന്നു. സൈനിക ഭീഷണികളും കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നതിനാൽ മിക്ക അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും ഇപ്പോൾ ഈ പാത ഒഴിവാക്കി വരികയാണ്. എന്നാൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി 45,000 ടൺ LPG വഹിച്ചുകൊണ്ട് സർവശക്തി ഈ വെല്ലുവിളി ഏറ്റെടുത്തു. അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്ന് ഇന്ത്യൻ കപ്പൽ സഞ്ചരിച്ചത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ കാര്യത്തിൽ രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന സന്ദേശമാണ് ഈ യാത്ര നൽകുന്നത്. US-ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ കർശനമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപരോധം ആരംഭിച്ചതിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പലാണ് സർവശക്തി. സൈനിക ഭീഷണികളും കപ്പൽ പിടിച്ചെടുക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നതിനാൽ മിക്ക അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും നിലവിൽ ഈ പാത ഒഴിവാക്കി ദീർഘദൂര റൂട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്. പല കപ്പലുകളും യാത്രയിൽ നിന്ന് പിന്തിരിയുമ്പോഴും ഇന്ത്യ അതിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനവും ഏകദേശം 1/3 കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കപ്പലിടുക്കിലൂടെയാണ്. അമേരിക്കൻ ഉപരോധവും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയും കാരണം ആഗോള എണ്ണ വിപണിയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലും ഇന്ത്യയുടെ കപ്പൽ ഈ പാത തെരഞ്ഞെടുത്തത് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുമ്പോഴും ഇന്ത്യൻ കപ്പലിന്റെ ഈ യാത്ര രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യമാണ് വെളിപ്പെടുത്തുന്നത്. കടുത്ത വെല്ലുവിളികൾക്കിടയിലും സുരക്ഷിതമായി ഈ ദൗത്യം പൂർത്തിയാക്കിയത് ഇന്ത്യൻ നാവികസേനയുടെയും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും കൃത്യമായ ഏകോപനം മൂലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു.